എല്ലാ പ്രിയപ്പെട്ടവർക്കും അഞ്ചാമതും അവസാനത്തതുമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ കൊർഫക്കാനിലുള്ള വലിയ ഒരു മലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഈ മലയുടെ മുകളിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലാണ് മുൻപിൽ കാണുന്നത്. ഇപ്പോഴാണ് മാത്യു ഒന്ന് ആക്റ്റീവായത്. ഇത്രയും നേരം മാത്യു സൈലൻ്റ് ആയിരുന്നു. മാത്യു മലയുടെ മുകളിൽ കയറിയപ്പോൾ വളരെ സന്തോഷമാണ്. മാത്യു ആൽഫിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോട്ടൽ. ഹോട്ടലിൻ്റെ സൈഡിൽ കൂടിയുള്ള നടപ്പാതയാണിത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കാണാം. താഴെയുള്ള പട്ടണം. ഈ പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങ് അകലെ വേറിട്ട് കാണുന്നതാണ് കൊർഫക്കാൻ പോർട്ട്. വലിയ വലിയ ചരക്കു കപ്പലുകൾ അവിടെയാണ് വന്നെടുക്കുന്നത്. അങ്ങ് അകലെ കപ്പലുകൾ കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ വെളിച്ചമില്ലാത്തത് കൊണ്ട് ക്ലിയർ അല്ല. ആ ദൂരെ പൊട്ട് പോലെ കാണുന്ന ലൈറ്റുകൾ കപ്പലുകളുടേതാണ്. അങ്ങനെ ഞാൻ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറുവാനായിട്ട് തീരുമാനിച്ചു. ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു വലിയ മലയുടെ മുകളിൽ ഈ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലാണ്. താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ മല കാണുവാനായിട്ട് ഒരുപാട് വാഹനങ്ങൾ കയറി പോകുന്നുണ്ട്. വീണ്ടും ഒരു ടണൽ കയറി വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ധാരാളം വാഹനങ്ങളുണ്ട്. എത്രയോ വലിയ ഒരു ടണലാണെന്ന് നോക്കൂ. ഇവിടുത്തെ റോഡുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ രാജ്യത്തൊക്കെ ആദ്യമേ റോഡ് പണിതതിന് ശേഷമേ അവർ കെട്ടിടങ്ങൾ പണിയത്തുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആദ്യമേ കെട്ടിടങ്ങൾ പണിത് വയ്ക്കും. അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുഞ്ഞ വഴി. അത് പിന്നീട് വീതി കൂട്ടുവാനോ ഒന്നും സാധിക്കത്തില്ല.
ഇവരൊക്കെ എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് റോഡുകൾ പണിയുന്നത്. ചുറ്റി വളഞ്ഞുള്ള ടണൽ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള ടണലുകൾ കാണാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ലൈറ്റ് തെളിഞ്ഞാൽ തെളിഞ്ഞു. ഇവിടെ നോക്കൂ, ഇതോടുകൂടി കോർഫക്കാനിലേക്കുള്ള യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു കാഴ്ചയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.